നമസ്കാരം, എൻ്റെ പേര് ഋഷികേശ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നാണ് വരുന്നത്. ശോഭെ, ഞാനൊരു വികാര ജീവിയാണ്. ഉമ്മ, മുത്തം, ചുംബനം ഉണ്ടാവില്ല, മറക്കാനാവാത്തൊരു ചുംബന രംഗം. അയ്യോ ഇല്ലാന്ന് അതെ ചിരിക്കും നോക്ക്. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. ഞാനിന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റാണ് ഉമ്മ, കിസ്. അത് പറഞ്ഞപ്പോഴാണ് കൊച്ചിനെ നാണം നോക്കി. നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മ വെക്കാത്ത ഞാൻ വിശ്വസിക്കൂല. എല്ലാവരും ഉമ്മ വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് ഇവിടെ പറയൂലായിരിക്കും, നാണക്കേടുണ്ട്, ബാക്കിയുള്ളവർ ഇരിക്കുന്നതല്ലേ. ഈ ഉമ്മ എന്ന് പറയുന്ന സാധനം ഞാൻ ഒന്ന് വിശകലനം ചെയ്തപ്പോൾ ഈ പാചകം ഒരു കലയാണെന്ന് പറയുന്ന പോലെ ഉമ്മ വെക്കൽ ഒരു കലയാണ്. 2 യൂണിവേഴ്സിറ്റി പോയി പഠിക്കണ്ട, കഴിവുണ്ടെങ്കിൽ അങ്ങ് രക്ഷപ്പെട്ട് പൊക്കോളൂ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, യൂട്യൂബർ. ഇവനാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പല ചാലഞ്ചുകളും യൂട്യൂബിൽ കൊണ്ടുവന്നിട്ട് വൈറലാക്കലാണ് ഇവൻ്റെ മെയിൻ പരിപാടി. ഇവനൊരു പെണ്ണിനെയും കൂട്ടി ഉമ്മ ചലഞ്ച് നടത്തി, ഉമ്മ വെച്ച് ഇവൻ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് അവൾ മീറ്റു പോസ്റ്റ് ചെയ്തു. അവനിപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ ഹോം ടൂർ വ്ലോഗ് എടുത്ത് നടക്കുകയാണ്. ഈ ഉമ്മ എന്ന് പറയുന്ന സാധനം നമ്മൾ ചുണ്ടുകൊണ്ട് കൈമാറുന്നതാണെങ്കിൽ അത് വെക്കുന്ന ആൾക്കാർക്കനുസരിച്ച് അതിൻ്റെ വികാരവും മാറിക്കൊണ്ടിരിക്കും. അച്ഛനും അമ്മക്കും കൊച്ചിനൊക്കെയാണ് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെ ഒക്കെ പുറത്ത്. ഇനിയിപ്പോൾ ഭാര്യയ്ക്കും കാമുകിക്കുകയാണെങ്കിൽ അഗാധമായ പ്രേമത്തിൻ്റെ ഒക്കെ പുറത്ത്. പിന്നെ അതല്ല, ഇവൻ വെളിയിൽ പോയി വീണ്ടും ഉമ്മ നാട്ടിൽ കണ്ടവർക്ക് ഉമ്മ വെക്കുകയാണെങ്കിൽ അത് വീട്ടുകാരോടുള്ള വാശി പുറത്തായിരിക്കും. നമുക്ക് എല്ലാവർക്കും അല്ലേ ഉണ്ടാവില്ല മറക്കാനാവാത്തൊരു ചുംബന രംഗം ഇല്ലേ? അയ്യോ ഇല്ലാന്ന് അത് ചിരിക്കും നോക്ക്. ആ ചിരിയിലുണ്ട് അതിൻ്റെ ഉത്തരം. ഞാനിതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറയാണ്, എനിക്കങ്ങനെ ചുംബന രംഗമായിട്ട് പറയാനില്ല, എൻ്റെ ഓർമ്മകളൊക്കെ ഫുൾ പാക്കേജാണ്. ഞാനിതിന് ഈ ഉമ്മ എന്ന് പറയുന്ന കണ്ടന്റിനെ പറ്റി കുറച്ച് കാര്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് വിശകലനം ചെയ്തപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഈ ഉമ്മ എന്ന് പറയുന്ന സാധനം ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് മലയാളമാണെന്ന് ഞാൻ പറയും. നമ്മളിപ്പോൾ ഉമ്മ എന്ന് പറയുമ്പോൾ മുഖത്തൊരു ഉമ്മ കൊടുക്കുന്ന ഷേപ്പില്ലേ ഇല്ലേ? മുത്തം ഉമ്മ കൊടുക്കുന്ന ഷേപ്പില്ലേ? ചുംബനം ഉമ്മ കൊടുക്കുന്ന ഷേപ്പില്ലേ? എന്നാൽ ഇത് വല്ലതും കിസ് എന്ന് പറയുമ്പോൾ ഒരുമാതിരി വെളുപ്പാങ്കാലത്ത് മുക്കുമ്പുള്ള എക്സ്പ്രഷൻ. ഈ ഉമ്മ വെച്ചാൽ കുട്ടികളുണ്ടാവുമെന്ന് കരുതി കാമുകിയോട് മുഖം ഡെറ്റോളിട്ട് കഴുകാൻ പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്. അവൻ്റെ 4ാമത്തെ കൊച്ചിൻ്റെ നൂലുകെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എന്നിട്ട് അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം ഇതൊക്കെ ദൈവത്തിൻ്റെ വരദാനമാണെന്ന്. മണ്ടൻ. ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്. 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിക്ക് ഫ്ലൈയിങ് കിസ് കൊടുത്തപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം അവൾ വരാതിരുന്നപ്പോൾ അതിൻ്റെ പേരിൽ അവൾക്ക് വല്ല വിശേഷമായോ എന്ന് പഠിച്ച് തൊട്ടടുത്ത് 4 ദിവസം ലീവ് എടുത്ത ആളാണ് ഞാൻ. ഒടുവിൽ എൻ്റെ അമ്മയുടെ അടുത്ത് കുറ്റസമ്മതം നടത്തിയാലോ എന്ന് വരെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൾ തിരിച്ചു വന്നത്. എൻ്റെ ശ്വാസം നേരെ വന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ഫ്ലൈയിങ് കിസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുന്ന പോലെയാണ്. കൊടുത്തു കഴിഞ്ഞാൽ കിട്ടിയെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. അതൊക്കെ എൻ്റെ അപ്പൂപ്പൻ. മൂപ്പരൊക്കെ ഓടി നടന്ന് ഉമ്മപ്പായിരുന്നു പണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആദിമ മനുഷ്യർ ഓരോ സ്ഥലങ്ങളിൽ പോയി കോളനികൾ ഉണ്ടാക്കുന്ന പോലെയാണ് എൻ്റെ അപ്പൂപ്പൻ ഓരോ സ്ഥലങ്ങളിൽ പോയി കുടുംബങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ ഈ നോർത്തിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്ത് പഞ്ചാബിലേക്ക് എത്തി. പഞ്ചാബിൽ എത്തിയപ്പോൾ അവിടെ നല്ലൊരു അടിപൊളി പഞ്ചാബി പെണ്ണിനെ ഞാൻ കണ്ടു. എനിക്കാണെങ്കിൽ ഈ പഞ്ചാബി പിള്ളേർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പെൺപിള്ളേർ. അപ്പോൾ ആ കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും സെറ്റാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അതുകൊണ്ട് എനിക്കറിയുന്ന ഭാഷയിൽ ഞാൻ ഓളടുത്തും ഓക്കറിയുന്ന ഭാഷയിൽ അവൾ എൻ്റെ അടുത്തും സംസാരിച്ച് വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ അപ്പൂപ്പനും ഓളപ്പൂപ്പനും ഒന്നാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു കേളു, ഓളപ്പൂപ്പൻ്റെ ഒരു കേളു സിംഗ്. അപ്പോഴാണ് എൻ്റെ അപ്പൂപ്പൻ്റെ ഉമ്മൂപ്പൻ്റെ മൈലേജ് എനിക്ക് മനസ്സിലായത്. ഇനി നമുക്ക് ഈ സിനിമയിലെ ഉമ്മൂപ്പിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾ മലയാള സിനിമയിലെ ഉമ്മൂപ്പിനെ പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു KSRTC ബസ് സഡൻ ബ്രേക്ക് ഇടുന്ന പോലെയാണ്. പിന്നെ അവിടെ ഒരു കുടയോ ബൊക്കയോ പോവോ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല നമുക്ക്. അതൊക്കെ ഇംഗ്ലീഷ് സിനിമയിൽ ഉമ്മൂപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ബസ് ഒരു KSRTC വന്നിട്ട് കൂട്ടിയിടിച്ച അവസ്ഥയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്ത പൊരുത്തിരിക്കും. ആരെങ്കിലും വന്ന് ഇളക്കി കഴിഞ്ഞാൽ ശോഭെ, ഞാനൊരു വികാര ജീവിയാണ്. ഈ ഡയലോഗ് ഫേമസ് അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? KP ഉമ്മർ ഇത്രയും വികാരമായിട്ട് ഇത് പറഞ്ഞിട്ട് പോലും ഉമ്മ വെക്കുന്നത് മാത്രം ആരും കണ്ടിട്ടില്ല. കാരണം അത് ഞാൻ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്ന പോലെയാണ്. മെയിൻ കോഴ്സ് മാത്രമേ കഴിക്കൂ, സ്റ്റാർട്ടേഴ്സിലൊന്നും തീരെ താല്പര്യമില്ല. എനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്.
അതായത് ഈ കുബേരൻ സിനിമയിൽ ദിലീപേട്ടൻ മാസത്തിൽ ഒരിക്കലും കോടീശ്വരനാവണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ, അതുപോലെ ഈ ഓഗസ്റ്റ് 15-നും റിപ്പബ്ലിക് ഡേക്കും പിന്നെ ഓണാഘോഷ പരിപാടികൾക്കെല്ലാം എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ 2 വയസ്സുള്ള മോനാവണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള പരിപാടികൾക്കാണ് ഈ ടീച്ചറെ കൊച്ചിനെയും കൊണ്ട് വരുന്ന സമയത്ത് ക്ലാസ്സിലെ പെമ്പിളർക്ക് ഒരുമാതിരി അമ്പാടിക്കണ്ണനെ കണ്ട ഗോപികമാരെ പോലെ എടുത്തിട്ട് അറഞ്ചം പറഞ്ഞു ഉമ്മപ്പാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആ ടീച്ചറുടെ കൊച്ചു ഞാൻ ആയിരുന്നെങ്കിലും എന്ന്. ഈ നിഷ്കളങ്കന്മാർക്ക് ഉമ്മേനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലാവാൻ കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ കാരണം അവനെ പോലെ കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ കേസിൽ അവനെ കണ്ടറിയാവും നിഷ്കളങ്കനാണെന്ന്, അവൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയാൻ കാരണം എൻ്റെ നിഷ്കളങ്കനായ കൂട്ടുകാരൻ്റെ സേവ് ദ ഡേറ്റിന് ഇവന് ഉമ്മ വെക്കാൻ അറിയാത്തതുകൊണ്ട് അവസാനം ക്യാമറമാൻ പെണ്ണിനെ 58 തവണ ഉമ്മ വെച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ഇവൻ 2 തവണ വെച്ചിട്ട് ഒരു ക്ലിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അവനെ മാറ്റിയെടുത്ത് വിളിച്ച് ഉപദേശിച്ചു, എടാ മണ്ട, ഇന്നത്തെ കാലത്ത് ഉമ്മ എന്ന് പറയുന്നത് എല്ലാവരും ഫ്രഞ്ച് കിസ്സാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കവിളത്ത് നെറ്റിയിലൊന്നല്ല, നീ അത് മനസ്സിലാക്കണം. അപ്പോൾ അറിവിച്ചിട്ട് കൂടിപ്പോയാലും പ്രശ്നമാണ്. അവൻ്റെ അപ്പൂപ്പൻ മരിച്ച സമയത്ത് അന്ത്യവിമ്പരം കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഈ പരനാർ എങ്ങർക്ക് പോയി ഫ്രഞ്ച് കിസ് അടിച്ചു കൊടുത്തു. എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ വിഷമമുള്ളൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുണ്ട്. അതായത് ഞാൻ ഇന്നലെ ഒരു സിനിമയുടെ ഓഡീഷന് പോയതും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നാണ് അവരെന്നെ പുറത്താക്കി. ഞാൻ വളരെ സങ്കടത്തോടെ വീട്ടിൽ വന്നിരുന്ന് ടി വി ഓൺ ചെയ്തു. ടി വിയിലാണെങ്കിൽ ആഷിഖ് ബാനായ പാട്ട് ലിപ് ലോക്ക് സീനൊക്കെ നടക്കുകയാണ്. ഉമ്മ വെച്ച് അഭിനയിക്കാനോ എനിക്ക് പറ്റുന്നില്ല. എന്നാൽ പിന്നെ അത് കണ്ടാസ്വദിക്കാമെന്ന് പറഞ്ഞേക്കുമ്പോൾ പെട്ടെന്ന് അമ്മ കയറി വന്നു. ഞാനാണെങ്കിൽ റിമോട്ട് തപ്പിയെടുത്ത് ഓഫാക്കി ഒരുമാതിരി നാസക്കാർ ആകാശത്തേക്ക് വിട്ട റോക്കറ്റ് നോക്കിയിരിക്കുന്ന ശാസ്ത്രജ്ഞനെ പോലെ ഞാനൊന്നും കണ്ടില്ലേ രാമനാരായണൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അമ്മ എന്നോട് നിൻ്റെ ഈ അഭിനയത്തിന് നാഷണൽ അവാർഡ് തരണമല്ലോടാണ്. 10 വർഷം മുന്നേ മറൈൻ ഡ്രൈവിൽ ചുംബന സമരം നടന്നുകൊണ്ട് ഇനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിനേക്കാൾ വലിയ എന്തോ സമരം നടക്കുമെന്ന് പ്രതീക്ഷിച്ച് മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്ത് വീട് വെച്ച് താമസിക്കുന്ന എൻ്റെ കൂട്ടുകാരന് ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്തു. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.